അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഐ എം എൻ അലർജിക് പേഷ്യൻ്റ് ഓഫ് ഫുഡ് ആൻഡ് സൺ. ഉദ്ദേശിച്ചത് ഭക്ഷണത്തിനോട്, പല ഭക്ഷണത്തിനോട് അലർജി കാണിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ സൺലൈറ്റ് കാരണം അലർജി വരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ട് ഈ IG ടെസ്റ്റൊക്കെ ചെയ്തു, കുറേ കാശ് ചിലവാക്കി, 11,000 ചിലവാക്കി, പക്ഷേ റിപ്പോർട്ട് ഷോയിങ് നത്തിങ് അലർജി. എന്താണ് ഡോക്ടർ റീസൺ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സാധനത്തോട് അലർജി ഉണ്ടാകുമ്പോൾ ആ അലർജി ഉണ്ടാകുന്ന സാധനത്തിൻ്റെ IG ആൻറ്റിബോഡി ഉണ്ടാകാം. നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് IG ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ അലർജിയും IG ആൻറ്റിബോഡി ത്രൂ മെക്കാനിസം ആകണമെന്നില്ല. പല അലർജി, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഭക്ഷണത്തിനോട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫുഡ് ഇൻടോളറൻസ് ആകാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്കിൻ പ്രിക്ക് ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ഈ വില കൂടിയ ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ, തടിച്ചു വരുന്നത്, അത് സോളാർ അർട്ടിക്കേറിയ ആകാം. സോളാർ അർട്ടിക്കേറിയയിൽ നമ്മൾ IG ആൻറ്റിബോഡി നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പല അലർജി മെക്കാനിസം ഉണ്ട്, അത് IG എന്ന് പറഞ്ഞ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയോണ്ട് അത് കണ്ടുപിടിക്കണമെന്നില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അലർജി എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററിയാണ് ഡോക്ടർമാർ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അലർജി പേഷ്യൻറ്റിനെ കണ്ട് അവരോട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കാൻ തന്നെ സമയം എടുക്കുന്നത്. പല മെക്കാനിസം ഉണ്ട്, എല്ലാം IG ആൻറ്റിബോഡി മീഡിയേറ്റഡ് അല്ല. അതുമാത്രമേ നമ്മൾ ഈ ടെസ്റ്റുകളിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു മെക്കാനിസം. അതുകൊണ്ടാണ് പല ആൾക്കാരും ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് തന്നെ. പക്ഷേ കാണാതെ വരുന്നതിൻ്റെ കാരണം, നിങ്ങളുടെ അലർജിയുടെ കാരണം ഈ ഒരു മെക്കാനിസത്തിൽ കൂടെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക, എന്താണ് ബുദ്ധിമുട്ടെന്ന് നോക്കുക, എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അലർജി കണ്ടുപിടിക്കാനും അത് ഒഴിവാക്കാനും അതിനെ ചികിത്സിക്കാനും.